ഹായ്, പുതുതായി ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് കടന്നു വന്നവർക്ക് ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാവുന്ന ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായി ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിനായി നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ക്രോം എന്ന ഇൻ്റർനെറ്റ് ബ്രൗസറാണ്. ശേഷം അതിൽ ഹാരിച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹാരിച്ചിൻ്റെ വെബ്സൈറ്റ് അവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നേരിട്ട് HRich.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഹാരിച്ചിൻ്റെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ചോദിക്കുന്ന ഓപ്ഷനാണ് പിൻ കോഡ്. നിങ്ങളുടെ പോസ്റ്റൽ കോഡ് അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോസ്റ്റൽ കോഡിൽ ഹാരിച്ചിൻ്റെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ വെയർഹൗസ് പ്രൊഡക്റ്റ് ഡെലിവറി അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ കോഡിൽ പോസ്റ്റൽ കോഡിൽ ഹാരിച്ചിൻ്റെ ഷോപ്പില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആവില്ല. അത് എന്നിരുന്നാൽ നിങ്ങൾക്ക് ഹാരിച്ചിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ സാധിക്കും. അതിനായി നിങ്ങളുടെ പിൻ കോഡ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ വ്യൂ അവർ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹാരിച്ചിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പിൻ കോഡായി നിങ്ങളുടെ പോസ്റ്റൽ കോഡ് ഹെഡ് ഓഫീസിൻ്റെ പോസ്റ്റൽ കോഡായി മാറുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഹാരിച്ചിൻ്റെ ഇത് പർച്ചേസിങ് സെക്ഷനാണ്. നിങ്ങൾക്ക് ഹാരിച്ചിൻ്റെ പ്രൊഡക്റ്റ് മൊത്തം ഇവിടെ കാണാൻ സാധിക്കും കാറ്റഗറൈസ് ആയിട്ട്. അതുപോലെ മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്റ്റ് എല്ലാം സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഹെഡ് ഓഫീസിൻ്റെ പിൻ കോഡിലാണ് എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ മുകളിൽ വലത് സൈഡിലായിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ കാറ്റഗറീസ് നോക്കാവുന്നതാണ്. ഗ്രോസറി, FMGC, ഏതൊക്കെ ബ്രാൻഡുകളുണ്ട്, എന്തൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം 3 മാസം മുതൽ 6 മാസം വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള പ്രൊഡക്ട്സുകളാണ്. ഡെയിലി ഫ്രഷ് ഐറ്റംസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഭാവിയിൽ എല്ലാം നിങ്ങൾക്ക് ഹാരിച്ചിലൂടെ വാങ്ങാം. ഓക്കെ, അടുത്തതായി നമ്മൾ ഇടത് സൈഡിലുള്ള മുകളിൽ ഇടത് സൈഡിലായി ഒരു 3 ലൈൻസ് കാണാവുന്നതാണ് ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാം. അതിൽ ഹോം പേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത പേജിലേക്ക് എത്താനുള്ള പേജാണ്. നമ്മൾ ഫസ്റ്റ് ഹാരിച്ചിൻ്റെ സൈറ്റിൽ കടന്ന് വരുമ്പോൾ വരുന്ന പേജാണ് ഹോം പേജ്. രണ്ടാമതായി FMGC കാറ്റഗറിയാണ്, പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി. അതുപോലെ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിച്ചിലേക്ക് പുതുതായി ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവർക്ക് 800 രൂപയുടെ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കമ്പനി ഒരു പ്രൊഡക്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ആ പ്രൊഡക്റ്റ് കാണാനുള്ള ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റുകളെല്ലാം കാണാൻ സാധിക്കും. ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ ആണ്. $750 മുതൽ മുകളിലോട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിലുള്ളത്. ഇത് എക്സ്ട്രാ ചാർജ് ഈടാക്കി വാങ്ങിക്കുന്നതല്ല. നിങ്ങൾ കൊടുക്കുന്ന ആക്ടിവേഷൻ ചാർജിന് കമ്പനി അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരാം. ഓക്കെ, അടുത്തതായി റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനുള്ള സെക്ഷനാണ്. അത് നിങ്ങൾക്ക് ഹോം പേജിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ ഫ്രീ രജിസ്ട്രേഷൻ, ഫ്രീ ആയിട്ട് ID രജിസ്റ്റർ ചെയ്യാൻ ഉള്ളൊരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ID രജിസ്റ്റർ ചെയ്ത് സാധനം വാങ്ങിക്കാനുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സ്പോൺസർ യൂസർ ഐ ഡി എന്ന് ചോദിക്കും. അതായത് നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ താഴെ ഒരു വ്യക്തി ഫ്രീ ഐ ഡി സ്വന്തം ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്പോൺസർ ഐ ഡി മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയാവും. ആ വ്യക്തിക്ക് തന്നെ ഐറിച്ചിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അതുപോലെ ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ കംപ്ലയിൻസ് ആൻഡ് ക്വയറീസ്, ഹൈറിച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷൻസ്, കംപ്ലയിൻസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ കഴിയും. അടുത്ത ഓപ്ഷനിൽ അതിലൊരുപാട് ഓപ്ഷൻസ് കാണാം. പേയ്മെൻറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ്, ലോഗിൻ പാസ്വേഡ്, അതുപോലെ ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് ഡെലിവറി ഡിലേ കംപ്ലയിൻറ്റ്, വെബ്സൈറ്റ് ഓപ്പണിംഗ് കംപ്ലയിൻറ്റ്, ബാക്കിയുള്ളതൊക്കെ ജനറലിലാണ് കൊടുക്കുക. അതുപോലെ പിൻകോഡ് അവൈലബിലിറ്റി, ഇപ്പോൾ നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ പിൻകോഡിൽ ഐറിച്ചിൻ്റെ ഷോപ്പ് ഉണ്ടോ, ബുക്ക്ഡ് ആയോ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓപ്ഷന് ഇതിലാണുള്ളത്. കംപ്ലയിൻസ് എന്നുള്ള ഓപ്ഷനിലാണ്. അതിൽ ഫോർ സ്റ്റോർ പിൻകോഡ് അവൈലബിലിറ്റിയിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പർട്ടിക്കുലർ പിൻകോഡ്, എൻ്റെ പിൻകോഡ് 676504 അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും അത് ബുക്ക്ഡ് ആണ്. മലപ്പുറം ചട്ടിപ്പറമ്പ് പിൻകോഡാണ്. അതൊരു വ്യക്തി അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈസൻസ് കാര്യങ്ങളൊക്കെ. അതിന് ഓപ്പൺ ആകേണ്ട താമസമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഒരു ജില്ല സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ബുക്ക്ഡായി, എത്ര കൺഫേംഡ് ആണ്, എത്ര എൻക്വയറി ആയിട്ടുണ്ട്, എത്ര ഓപ്പൺ ആയിട്ടുണ്ട്, എത്ര വേക്കൻ്റ് ഉണ്ട്, എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ അടുത്ത ഓപ്ഷൻ ഡിജിറ്റൽ അച്ചീവേഴ്സ്. കമ്പനിയുടെ ഡിജിറ്റൽ റാങ്കിങ് അച്ചീവ് ചെയ്തവരുടെ റാങ്കിങ്ങും അച്ചീവ് ചെയ്തവരെയും കാണാനുള്ള ഓപ്ഷനാണ്. സഫയർ റാങ്കിലുള്ള 3 പേരാണ്. നമ്മുടെ ഗേറ്റ് ലീഡർ ബഷീർ സാർ, ഷാഹിർ സാർ, അമ്പിളി മാഡം. അതുപോലെ പ്ലാറ്റിനം റാങ്കിലുള്ളവരെ കാണാം, ഗോൾഡിലുള്ളവരെ കാണാം. എല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. അടുത്തത് വരുന്നത് സീലിംഗ് അച്ചീവേഴ്സാണ്. സീലിംഗ് അച്ചീവേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് പർച്ചേസ് വഴി ഒരു ദിവസം കിട്ടുന്ന വരുമാനം ഒരു ഐ ഡിയിൽ 5000 സീലിംഗ് ലിമിറ്റാണ്, മാക്സിമം ലിമിറ്റാണ്. അങ്ങനെ ഇന്നത്തെ ആ ഡേറ്റിലുള്ള സീലിംഗ് അച്ചീവേഴ്സ്, അന്ന് സീലിംഗ് ആയവരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്നത്തെ സീലിംഗ് അച്ചീവേഴ്സാണ്. ദിലീപ് സാർ ട്രിപ്പിൾ സീലിംഗ് ആണ്, 3 ഐ ഡിയിലും സീലിംഗ് ലിമിറ്റാണ്. ഇന്ന് മാത്രം 15000 രൂപ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ അടുത്തതായി വരുന്നത് 3rd ലെവൽ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്, 2nd ലെവൽ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തതായി സൈറ്റിൻ്റെ മെയിൻ നമ്മുടെ ഐ ഡി ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യൽ എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. അതിനായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഐ ഡിയും പാസ്വേഡും കയ്യിൽ കരുതണം. എന്നിട്ട് മുകളിൽ ഇടത് സൈഡിൽ നിന്ന് രണ്ടാമതായി വരുന്ന ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ ഐ ഡി കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്തതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. നിങ്ങളുടെ യൂസർ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക. പാസ്വേഡ്, നിങ്ങൾക്ക് തന്ന പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ ഹൈറിച്ചിൽ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ ക്യാപ്ച കോഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഒരു 4 അക്ക നമ്പർ കാണാം, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് പല സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഇനി ക്യാപ്ച കോഡ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത പ്രശ്നം വരികയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് താഴെ കണ്ടില്ലേ, അവിടെ ആ ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഫ്രഷ് ആവും. അത് എൻ്റർ ചെയ്താൽ അത് ഓപ്പൺ ആവുള്ളൂ. എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം, എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്താൽ നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ആവും. അതിൽ നിങ്ങൾ ഓപ്പണായി വരുന്ന പേജാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്.
അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്പോൺസർ ഐ ഡി, നിങ്ങളുടെ സ്പോൺസർ ആരാണ്, ആരുടെ താഴെയാണ് നിങ്ങൾ, അതുപോലെ എന്നാണ് ആക്ടിവേഷൻ ചെയ്തത് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ താഴെയുള്ള മെമ്പേഴ്സ് എണ്ണം, അതുപോലെ നിങ്ങളുടെ റൈറ്റ് സൈഡ് മെമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡ് BV, റൈറ്റത്തെ പോയിൻ്റ്, അതുപോലെ ഇന്ന് വന്ന റൈറ്റിലും ലെഫ്റ്റിലും വന്ന പോയിൻ്റുകൾ, ടോട്ടൽ ഇൻകം എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ ബാക്കിയെല്ലാം വരുന്നത് ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെക്ഷൻ. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ വന്ന സെക്ഷനാണ് പർച്ചേസിങ് സെക്ഷൻ. അവിടെ പർച്ചേസിങ് മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെയാണ് ബിസിനസ് ചെയ്യുന്നവരുടെ വരുമാനം എല്ലാം കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവരുടെ താഴെ എത്ര മെമ്പേഴ്സ് വന്നു എല്ലാം കാണാൻ സാധിക്കുന്നത് ഈ സെക്ഷനിലാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെക്ഷനിലാണ്. അവിടെ നമ്മൾ വലത് സൈഡിൽ മുകളിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള സെക്ഷൻ മെനു. ആ മെനു വലത് സൈഡിൽ മുകളിലായി കാണുന്ന ഓറഞ്ച് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാറ്റഗറീസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ നിങ്ങളുടെ ഡാഷ്ബോർഡ്, ഹോം പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പർച്ചേസിങ് സെക്ഷനിൽ പോകാനുള്ളതാണ്. അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആക്കിയ പേജ്, ഇതിനു മുമ്പ് നമ്മൾ നേരെ ലോഗിൻ ചെയ്തപ്പോൾ വന്ന പേജ്. അതുപോലെ മൈ ഓൺ അക്കൗണ്ട്സ്, അതായത് ഒരു വ്യക്തിക്ക് തന്നെ 3 ID വരെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ ഒറ്റ ഫസ്റ്റത്തെ ഐഡിയിൽ നിന്ന് തന്നെ ബാക്കി 2 IDയിലേക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ കഴിയും. അതിനാണ് മൈ ഓൺ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ മറ്റുള്ള ഐഡികളിലേക്ക് നമുക്കിതിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അടുത്തത് വ്യൂ പ്രൊഫൈൽ. നമ്മുടെ പ്രൊഫൈല് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഫൈൽ, അതുപോലെ എഡിറ്റ് പ്രൊഫൈല്, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. KYC, എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ KYC, ഇതിവിടെയാണ് നമ്മുടെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, അതുപോലെ പാൻ കാർഡ്, ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. ഇത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരികയുള്ളൂ. അടുത്ത ഓപ്ഷൻ പിൻ മാനേജ്മെൻറ്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഒരു വ്യക്തിയെ ആഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമുള്ള ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സെക്ഷൻ. അത് നമുക്ക് പല മെത്തേഡിലൂടെ പർച്ചേസ് ചെയ്യാം. റെസിപ്റ്റ് അപ്ലോഡ്, പിൻ പർച്ചേസ്, അതൊക്കെ ഓൾഡ് മെത്തേഡാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പുതിയ മെത്തേഡ് അനുസരിച്ച് നമുക്ക് UPI ട്രാൻസാക്ഷൻ, അതുപോലെ ATM കാർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബൈ പിൻ വിയ റാസോർ പേ. അതുമായി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം. ഓക്കെ, അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത പിന്ന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്ന ആക്ടിവേഷൻ പിൻസൊക്കെ കാണാനുള്ള സെക്ഷനാണ് മൈ പിൻ എന്നുള്ള സെക്ഷൻ. ഓക്കെ, അടുത്തതായി വരുന്ന സെക്ഷനാണ് മൈ ഓർഡേഴ്സ്. നമ്മൾ ഇതുവരെ പർച്ചേസ് ചെയ്ത, അത് ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ് ആവട്ടെ, വീട്ടിലേക്ക് വേണ്ട റീപർച്ചേസ് പ്രൊഡക്റ്റ് ആവട്ടെ, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് ഇവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ഞാൻ ജോയിൻ ചെയ്ത് മെയ് 12-ാം തീയതിയാണ്. അന്ന് ഞാൻ ഓർഡർ ചെയ്ത കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ്, അതിൻ്റെ സ്റ്റാറ്റസാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നമ്മൾ ഇതുവരെ ഹൈറിച്ചിൽ നിന്ന് വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് മൈ ഓർഡേഴ്സിൽ കാണാൻ സാധിക്കും, അന്നത്തെ ഡേറ്റ് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഗ്രോസറി സ്റ്റോർ ആക്ടിവേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവേഷൻ, അത് നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കും. അതുപോലെ മെമ്പേഴ്സ് ആൻഡ് ട്രീ, നമ്മുടെ താഴെ വന്ന ആളുകളെയും നമ്മുടെ ജീനോളജിയൊക്കെ കാണാനുള്ള ഓപ്ഷനാണ്. അതുപോലെ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ആൻഡ് ട്രീയിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ബൈനറി ജീനോളജി,
അതിലാണ് നമ്മുടെ താഴെ വന്ന മെമ്പേഴ്സിനെ നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ താഴെയുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അത് അവരുടെ ഇത്ര ഒരു പേജിൽ ഉൾക്കൊള്ളുന്ന ഇത്ര ഒരു മൊബൈലിൻ്റെ സ്ക്രീനിൽ തുടക്കത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പിന്നെ അവരുടെ താഴേക്ക് കാണാൻ അവരുടെ പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ താഴേക്കുള്ളത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ താഴെ വന്ന എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തതായി അതിൽ തന്നെ മെമ്പേഴ്സ് ആൻഡ് ട്രീയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്പോൺസർ ട്രീ, നമ്മുടെ സ്പോൺസർ ട്രീ കാണാം, ഡിജിറ്റൽ റാങ്ക് ട്രീ, അതുപോലെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത മെമ്പേഴ്സ്, നമ്മുടെ ഇടത്ത് സൈഡിലുള്ള മെമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡ് മെമ്പേഴ്സ്, അതുപോലെ വലത് സൈഡിലുള്ള മെമ്പേഴ്സ്, ആരൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത്, ഇനാക്റ്റീവ് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തതായി നമ്മുടെ ടീമിൻ്റെ സെയിൽസ് ആൻഡ് ഓർഡേഴ്സ് പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പേ ഔട്ട് ഡീറ്റെയിൽസിലാണ് നമുക്ക് വരുന്ന ഇൻകംസ് കാണാൻ സാധിക്കുക. ഡേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റിലുള്ള ഇൻകമാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ ആ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷനിലുള്ള ഇൻകം ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വന്ന ഇൻകം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ഡേറ്റ് വെച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഡേറ്റ്, അത് എന്തിന് വന്നതാണ്, അതുപോലെ അത് എത്ര എമൗണ്ട് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ അതിൽ തന്നെയാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഓപ്ഷനും അതിൽ തന്നെയാണ് വരുന്നത്. ഇൻകം വിഡ്രോവൽ എന്നുള്ള ഓപ്ഷനിലാണ്. അതുപോലെ നമ്മൾ ഇതുവരെ വിഡ്രോ ചെയ്തതിൻ്റെ ഹിസ്റ്ററി, നമ്മൾ ഇതുവരെ എയർചെല്ലിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ ഉള്ള ഓപ്ഷനാണിത്. നമുക്ക് എത്ര എമൗണ്ട് വാലറ്റിൽ എത്ര ബാലൻസ് ഇവിടെ മുകളിൽ കാണിക്കും. ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്ര അടിച്ചു കൊടുക്കുക, ലോഗിൻ പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അക്കൗണ്ട് ക്യാഷ് 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരികയുള്ളൂ. അതുപോലെ താഴെ റിപ്പോർട്ട്, നമ്മുടെ ടോട്ടൽ പെർഫോമൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. റീപർച്ചേസ് ഇൻകം, ഡെയിലി ഫസ്റ്റ് പർച്ചേസ് ഇൻകം, സ്റ്റോർ റെഫറൽ കമ്മീഷൻ റിപ്പോർട്ട്, ഇതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷനാണ്, ലോഗ് ഔട്ട്. ഓക്കെ, ഇത്രയുമാണ് ഐറിച്ചിൻ്റെ വെബ്സൈറ്റ്. ഒരു ചുരുക്കി വിവരിക്കുകയാണെങ്കിൽ ഇത്രയും ഉണ്ടാവും. ഐറിച്ച് നോർമലൊരു ഇ-കൊമേഴ്സ് സൈറ്റ് പോലെയല്ല, 2 സെക്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന സെക്ഷനാണ് പർച്ചേസിങ് സെക്ഷൻ, അത് പർച്ചേസ് ചെയ്യാനുള്ള സെക്ഷനാണ്. ഓക്കെ, ബാക്കിയെല്ലാം പർട്ടിക്കുലറായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് പർച്ചേസിങ് എങ്ങനെ ചെയ്യാം, ID ക്രിയേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഇനിയും ചെയ്താൽ ടൈം കൂടും, കൺഫ്യൂഷൻ ആകും. ഓക്കെ, എന്തായാലും എന്ത് സംശയങ്ങളും ലീഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും അവർ ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.